വാഴ്ത്തപ്പെടട്ടെ. നല്ല രാത്രി സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. അടുത്തും അകലെയുമായി ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദേശവാസികൾക്കും, ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. കോഴഞ്ചേരി അസംബ്ലീസ് ഓഫ് ദൈവസഭയുടെ നേതൃത്വത്തിൽ ഈ വലിയ കുളങ്ങര ദേശത്ത് നടത്തപ്പെടുന്ന സുവിശേഷ യോഗത്തിന്റെ 2-ാം ദിന രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കൃപയാൽ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട സാവകാശത്തിന് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷകൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PD ജോൺസൺ അവറുകൾ, എനിക്ക് മുമ്പിലായി അല്പമായി വചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റോയി വർഗീസ്, ഈ സഭയുടെ ചുമതലപ്പെട്ടവർ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയ ബ്രദർ അനീഷ്, പ്രിയ ഷിബിചായൻ, അതുപോലെ ഈ ഭവനത്തിലെ പ്രിയ സാബുചായൻ, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരോടുമുള്ള ക്രിസ്തീയ വന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. പരിമിതമായ സമയത്തിന്റെ അകത്ത്, പരിശുദ്ധാത്മാവിന്റെ അകത്ത് നൽകിയ ദൈവത്തിന്റെ തിരുവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി ഒരു വചനഭാഗം നമുക്ക് വായിക്കാം. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഈ പരിജ്ഞാനം എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായതു തന്നെ. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. ഈ പരിജ്ഞാനം എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസരണമായി തന്നെ. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മനോഹരമായ ഗാനങ്ങൾ ഒക്കെ കേൾക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സഹായിച്ചല്ലോ. ഈ ശാന്ത സുന്ദരമായ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇവിടെ കടന്നു വന്ന ദൈവമക്കളോടും ദേശവാസികളോടും കർത്താവിന് ഇന്ന് രാത്രി സംസാരിക്കാനുണ്ട്. എല്ലാ ദൈവമക്കളും, വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ, ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കളും ഇവിടെ കടന്നു വന്നവർ ആ ശബ്ദമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഇസ്രായേലിന്റെ സ്തുതികൾ മേൽ ഇറങ്ങി വരാമെന്ന് വാക്കു പറഞ്ഞ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഈ യോഗത്തിന്റെ പ്രത്യേകത തന്നെ അത് തന്നെയാണ്. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടെന്നുള്ളതിനെ പോലെ മറ്റൊരു ഭാഗ്യം, മറ്റൊരു ധന്യത നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദൈവമക്കളും സ്തോത്രം ചെയ്താട്ട്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഈ ദേശത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഈ കൺവെൻഷന്റെ 2-ാം ദിന രാത്രിയിൽ അങ്ങയുടെ വചനവുമായി അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠാന്തികെ കടന്നു വരുന്നു. വചനവാതിൽ തുറന്ന് ദേശത്തോടും കടന്നു വന്ന ദൈവ മക്കളോടും ജനത്തോടും അവിടുന്ന് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മറ്റാരേക്കാളും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ വിലപ്പെട്ടതായി കാണുന്നു. യേശു തൊടാത്തവരായി ഒരു വ്യക്തി പോലും ഈ രാത്രി ഈ യോഗം വിട്ട് പോകുവാൻ സമ്മതിക്കരുത് കർത്താവേ. പാട്ടിലൂടെ, വചനത്തിലൂടെ ദൈവം ഓരോ ഉള്ളങ്ങളോടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഈ വചന ശുശ്രൂഷയ്ക്ക് വിരോധമായി ദേശത്ത് നിന്ന് തെളിഞ്ഞും ഒളിഞ്ഞുമായി വെല്ലുവിളിക്കുന്ന സകല വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ അധിപതികൾ, ആത്മീക ശുശ്രൂഷയ്ക്ക് വിരോധമായി പൊങ്ങുന്ന എല്ലാ വെല്ലുവിളികളെ ഇന്ന് രാത്രി നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആദരിട്ട് ശാസിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ. അങ്ങയുടെ മഹത്വം ഇന്ന് രാത്രി ചലിക്കട്ടെ. ഓരോ ഉള്ളങ്ങളോടും ദൈവം ഇടപെടുമാറാകണമേ. വചനത്തിന്റെ വാതിൽ തുറന്ന് ഉള്ളങ്ങളെ സ്പർശിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നു രാത്രിയും ചില കുടുംബങ്ങളെ സ്വതന്ത്രമാക്കണമേ. ചില താമ്ര കഥകൾ കൂടെ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇരുമ്പോടാമ്പലുകൾ മുറിയട്ടെ കർത്താവേ. തലമുറകൾ ഇന്ന് രാത്രി വിടുവിക്കപ്പെടട്ടെ. കുടുംബ ബന്ധങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ അസാധാരണമായ സാന്നിധ്യവും വിടുതലും വ്യാപരിക്കട്ടെ കർത്താവേ. ദേശത്തിന്മേൽ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തെ ഇന്നു രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഉയർത്തുകയാണ്. യേശു ക്രിസ്തു മാത്രം കർത്താവെന്ന് ഈ രാത്രി അഖില ലോക രക്ഷിതാവായ എല്ലാ നാമത്തിലും മേലായ നാമമുള്ള യേശുവിൻ നാമം ഇന്ന് രാത്രി ഉയർന്നിരിക്കട്ടെ പിതാവേ. ഈ സംവിധാനങ്ങളെല്ലാം കർത്താവ് നിയന്ത്രിക്കും. ഞങ്ങളെ ഒരുമിച്ച് സമർപ്പിക്കുന്നു ക്രിസ്തുയേശുവിൻ ധന്യനാമത്തിൽ തന്നെ. വചനത്തിലേക്ക് മുഖവുര കൂടാതെ ഞാൻ കടന്നു വരികയാണ്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ ഒരു നിമിഷം കൂടെ ഞാൻ ചോദിക്കുന്നു. ഇന്ന് രാത്രി എന്നോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ, കർത്തൃദാസന്മാർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ഹല്ലേലൂയ, ഈ കൺവെൻഷന്റെ അനുഗ്രഹം, വിടുതലുകൾ
വരും ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും സ്തോത്രം വചന ശുശ്രൂഷയുടെ നടുവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ വലിയവനായതുകൊണ്ടോ ഒന്നുമല്ല, നിങ്ങളെക്കാൾ ഏറ്റവും ചെറിയവനാണ് ഞാൻ. ഏറ്റവും ഒത്തിരി സ്തോത്രം ഇടതൂർന്ന ഒരു ബന്ധം അസംബ്ലി സഭയുമായിട്ട് എനിക്കുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. എന്നെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങളാണ് ഈ സഭയിലുള്ളത്. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയെ ഞാൻ നിങ്ങളോട് ചേർന്നാണ് ഇന്ന് രാത്രി എനിക്ക് വചനം ശുശ്രൂഷിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ മറ്റൊന്നും എനിക്ക് സ്തോത്രം കയ്യിൽ നിന്നൊന്നും പറയാനില്ല. ഈ വചനത്തിലൂടെ നമ്മൾ ഒരുമിച്ച് ആത്മനിറവിൽ സ്തോത്രം ഈ ഗ്രൗണ്ടിൽ ആയിരിക്കാം. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ കുറുവാക്യം വായിക്കുന്നു. ഈ പരിജ്ഞാനം എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായതു തന്നെ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കാൻ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്ന വചനഭാഗത്തിന് കൊടുക്കാൻ പറ്റിയ ഒരു തലക്കെട്ട് ഈ വാക്യത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം. സ്തോത്രം. നമ്മൾ കേട്ട് പരിചിതമായ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് രാത്രിയും കേൾക്കുന്നതെങ്കിലും സ്തോത്രം ഒട്ടും കുറയാതെ, പ്രാർത്ഥന കുറയാതെ വേണമായിരിക്കാൻ. പറയട്ടെ ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മൾ ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ എന്തൊക്കെ വിലമതിക്കത്തക്കവണ്ണമുണ്ട്, ഭൂമിയിൽ ഏറ്റവും വിലമതിക്കാൻ തക്കതായ ഏറ്റവും എന്തൊക്കെയുണ്ട്, അതിനേക്കാൾ വിലപ്പെട്ടതാണ് നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വിതയ്ക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിത്തുകൾ വരും ദിവസങ്ങളിൽ കിളിർത്ത് പാകപ്പെടുവാനിടയായി തീരണം. നാം ഇവിടെ ഇരിക്കുന്ന വ്യക്തികളുടെ മുഖമോ അവരുടെ കുടുംബ പശ്ചാത്തലമോ അവരുടെ ഏതെങ്കിലും നിലയിലുള്ള പാരമ്പര്യമോ ഒന്നുമല്ല അവർ ദൈവം ഇടുന്ന വില എന്ന് പറയുന്നത്. മുഴു ലോകത്തെക്കാൾ അധികമായി ഈ ലോകത്തിൽ എന്തൊക്കെ വിലപ്പെട്ടതായി ഉണ്ടെങ്കിലും അതിനേക്കാൾ വിലപ്പെട്ടതായി ദൈവം കാണുന്നത് മനുഷ്യന്റെ അകത്തുള്ള ആത്മാവാണ്. അതുകൊണ്ടാണ് വില മുടക്കി ഈ ഭവനവും അസംബ്ലീസ് ഓഫ് ഗോഡ് ദൈവസഭയും ഇവിടെ ക്രമീകരിച്ച യോഗം എന്തിനാണെന്ന് ചോദിച്ചാൽ, മുഴു ലോകത്തെക്കാൾ വിലയേറിയ ഒരു ആത്മാവ് ഈ ദേശത്തുണ്ടെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോകാനിടയായി തീരരുത്. വളരെ മനോഹരമായ പാട്ടുകൾ ഇന്ന് രാത്രി കേൾക്കുവാനിടയായി തീർന്നു. ഗായക സംഘത്തിനായി പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. അർത്ഥസമ്പുഷ്ടമായ ഏറ്റവും അർത്ഥവത്തായ ഗാനങ്ങൾ പാടുവാനും ചേർന്ന് ആരാധിക്കുവാൻ നമുക്കിടയായല്ലോ. ഈ ഗാനങ്ങളിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കും. അതുകൊണ്ട് ഇവിടെ വില മുടക്കി പാട്ടുകൾ പാടുന്നത്, ദൈവവചനം പ്രഘോഷിക്കുന്നതിൻ്റെ പിൻപിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. സത്യ സുവിശേഷത്തെ യഥാർത്ഥമായി ദേശത്ത് വിളംബരം ചെയ്യുവാൻ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് തീരുമാനമെടുത്ത് ഒരുമിച്ച് ഇന്ന് രാത്രി ആയിരിക്കുന്നു. സ്തോത്രം. സുവിശേഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മഹത്വമുള്ള സുവിശേഷമാണ്. സ്തോത്രം. ഈ സുവിശേഷത്തിന് നിരവധി സവിശേഷതകളുണ്ട്. നമുക്കറിയാം, സുവിശേഷം നല്ല വാർത്ത എന്നാണ്. അപ്പോൾ ഇന്ന് രാത്രി ഒരു നല്ല വാർത്ത ദേശത്തോട് പങ്കുവെക്കുവാനാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. എന്താ നല്ല വാർത്ത? വചനം പറയുന്നു, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്താണ്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുന്നത്, ഇവിടെ ഓർക്കുകയും ഓർപ്പിക്കുകയും ചെയ്യുന്നത് യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തെയാണ്. ദയവായി ഇങ്ങോട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു സുവിശേഷത്തിൻ്റെ സവിശേഷതകൾ. ഞാൻ ചില കമ്പി വാചകം പോലെ ചില വാക്കുകൾ വേഗം വേഗം പറഞ്ഞ് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. ഹല്ലേലൂയ. നമ്മളിവിടെ കേൾക്കുന്ന വാക്കുകൾ ഒരു വ്യക്തി ആദർശങ്ങളോ തത്വചിന്തകളോ പ്രത്യയ ശാസ്ത്രങ്ങളോ ഇനിയും ഏതെങ്കിലും ഇസങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു വസ്തുതയല്ല ഇവിടെ വിളംബരം ചെയ്യുന്നത്. ഇത് മഹാരാജാവായ സർവശക്തനായ വചനം പറയുന്നു, ഉന്നതന് മീതെ ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. ഉന്നതനും പരമോന്നതനും പരമാധികാരിയുമായ സർവശക്തനായ ദൈവത്തിന്റെ വചനത്തിന്റെ വിളംബരമാണ് ഇന്ന് രാത്രി ഇവിടെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. കൊരിന്ത് ലേഖനത്തിൽ അങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ വായിച്ചു. രണ്ട്, നമ്മൾ വായിച്ച കുറിവാക്യം, ധന്യനായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള സുവിശേഷം. ഈ സുവിശേഷം സാധാരണ കേൾക്കുന്ന വാക്കുകളായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബഹുമാനമൊന്നും തോന്നാറില്ല. ഇനി ദൈവം തമ്പുരാൻ ഇതിലെ ഇറങ്ങി വന്ന് നടന്നാലും ചിലപ്പോൾ നമുക്ക് അതൊക്കെ സ്തോത്രം ഒരു പൊതുവായ വ്യക്തികൾ കൊടുക്കുന്ന ലാഘവത്തോടെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ മഹാരാജാവ് നമ്മുടെ നടുവിലുണ്ട്. ആ രാജാവിന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നതെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി വചനത്തോടുള്ള ബഹുമാനാർത്ഥം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, ഈ
യോഗത്തിന്റെ അകത്ത് വന്ന ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലോ നാട്ടിലോ കൂട്ടുകാർക്കോ രക്തബന്ധങ്ങൾക്കോ ഏറ്റവും അടുത്ത വ്യക്തികൾക്ക് ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത മനോമുഖരത്തിനകത്തെ ചിന്തകളെ വിവേചിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന ദൈവമക്കളും ഈ ശബ്ദപരിധിനെ കേൾക്കുന്ന ദേശവാസികളോടും ഈ രാത്രിയിൽ പറയാനുള്ള ഒരു സന്ദേശം ഇതാണ്: നിങ്ങളുടെ ഉള്ള അവസ്ഥ അറിയുന്ന ഒരു ദൈവമുണ്ട്. വചനം പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. എല്ലാവരും ഉണ്ടെങ്കിലും അനാഥത്വവും ഒറ്റപ്പെടലും വേർപാടും ഒക്കെ അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിവ്യമായ സമാധാനം തരുവാൻ ധന്യനായ ദൈവത്തിന്റെ സുവിശേഷത്തിനു മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എന്നോടൊപ്പം വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളെ കരങ്ങളെ ഉയർത്തി ഒന്ന് പറയാമോ? മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമമില്ല. ഹല്ലേലൂയ. വീണ്ടെടുക്കുവാൻ, നമ്മെ ഉദ്ധരിക്കുവാൻ, പാപത്തിന്റെ പടുകുഴിക്കകത്ത് ആണ്ടുപോയ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ തിരുഹൃദയത്തിനകത്ത് ഉരുത്തിരിഞ്ഞ മഹനീയവും അതിമഹത്തായ കർമ്മ പദ്ധതിയുടെ പരസ്യമായ ആവിഷ്കാരമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പുത്രനാം ക്രിസ്തുവേശു ഈ ലോകത്തിൽ ഭൂജാതനായി പച്ച മനുഷ്യനെ പോലെ ഈ ലോകത്തിൽ ജനിച്ച് 33 തിരുവയസ്സിൽ ഈ മനുഷ്യവർഗത്തിന്റെ പാപത്തെ മുഴുവൻ സ്തോത്രം തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് ഗത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയ്ക്കകത്ത് ഈ പാപത്തിന്റെ പാനപാത്രത്തിന്റെ മട്ടൂറ വലിച്ചു കുടിക്കാൻ കഴിയാതെ രക്തധമ പൊട്ടി തന്റെ വേർപ്പ് രോമകൂപത്തിനകത്തുകൂടെ രക്തത്തുള്ളികൾ ധാരധാരിയായി ഒഴുകി. എനിക്ക് ഇന്ന് ഇത് മാത്രമേ പറയാനുള്ളൂ: ഈ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കും അതുകൊണ്ട് സ്തോത്രം ചെയ്യാൻ നമുക്ക് വകയുണ്ട്. ഞാൻ ഇന്ന് സന്തോഷത്തോടെ ആയിരിക്കുന്നത് ഈ സുവിശേഷം അനുസരിച്ചത് കൊണ്ടാണ്, ഈ സത്യം അംഗീകരിച്ചത് കൊണ്ടാണ്, ഈ യേശുവിനെ സൗജന്യമായി ലഭ്യമായ കൃപകളും രക്ഷയും ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് രാത്രിയും സന്തോഷത്തോടെ കടന്നു വരുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. 3, ഈ സുവിശേഷത്തിന്റെ സവിശേഷത, ഇത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഇതൊരു വ്യക്തിയുടെ ശബ്ദമല്ല. ഇതേതെങ്കിലും മരിച്ചു മൺമറഞ്ഞ ഏതെങ്കിലും സാംസ്കാരിക നായകന്മാരുടെയോ തത്വചിന്തകന്മാരുടെയോ ആദർശവാദികളുടെയോ വാക്കോ ഭാഷണമോ അവരുടെ ബലി കുടീരത്തിനകത്ത് വെച്ച ഓർമ്മയുടെ ബാക്കി പത്രമല്ല ഇന്നു രാത്രി പ്രസംഗിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ നസ്രേനായ യേശു ക്രിസ്തു മറ്റാരുമില്ല ദൈവമെന്ന് പ്രഘോഷിപ്പാൻ 1-ാം നൂറ്റാണ്ട് മുതൽ കഴിഞ്ഞ 2000 വർഷങ്ങളായി ഭൂമിയുടെ അങ്ങേ തലം മുതൽ ഇങ്ങേ തലം വരെ ഉയർത്തപ്പെടുന്ന ഒരേ ഒരു നാമത്തെയാണ് ഈ രാത്രി ഞാനും നിങ്ങളുടെ നടുവിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്ന വിഷയം യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ലോകത്തിൽ ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്ന വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം ദൈവത്തിന്റെ തിരുവചനമാണ്. ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന പുസ്തകം ദൈവത്തിന്റെ വചനം തന്നെയാണ്. അങ്ങനാണെങ്കിൽ അഖിലാണ്ടത്തെ വിടുവിക്കുവാൻ ദൈവത്തിന് അല്ലാതെ, യേശുവിനല്ലാതെ മറ്റൊരു വ്യക്തിക്കും കഴിയുകയില്ല എന്ന് ഇന്ന് രാത്രി ദേശത്തോട് ഞാൻ പ്രഘോഷിക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. ഇത് കർത്താവിന്റെ സുവിശേഷമാണ്. ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഇന്ന് രാത്രി. നമുക്കറിയാം ദൈവത്തിന്റെ അധികാരം എന്താണെന്ന്. യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശുവിന്റെ ജീവിതത്തിലൂടെ എന്തിനേറെ പറയുന്നു. രക്ഷിക്കപ്പെട്ട നിങ്ങളിലൂടെയും എന്നിലൂടെയും നിങ്ങളുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരവധി അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഇത് രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ ജനിച്ചു വീണ എല്ലാ വ്യക്തികളും ഹൃദയത്തിനകത്തുണ്ടായ പാപത്തിന്റെ, ഹൃദയത്തിനകത്ത് രൂപം കൊണ്ട ഇരുട്ടിന്റെയും ഹൃദയത്തിനകത്ത് രൂപം കൊണ്ട പാപഭാരത്തിന്റെയും ചിന്തകളെ, ഏകാന്തതയുടെയും ശൂന്യതയുടെയും അനുഭവങ്ങളെ മാറ്റാൻ കഴിയുന്ന സത്യവചനമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. തീർന്നില്ല. ഈ സുവിശേഷത്തിന്റെ സവിശേഷത, ഇത് ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതിന് കുറച്ച് മുമ്പ് ദിവസങ്ങളിൽ യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്ന സമാധാനമല്ല.
ഇത് സമാധാനത്തിന്റെ സുവിശേഷമാണ്. കേൾക്കണം, ഈ സുവിശേഷം സമാധാനം നൽകുന്നു. ഇന്ന് രാത്രി നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ അകത്ത്, നാം കടന്നു പോകുന്ന ഒറ്റപ്പെട്ട ജീവിത അനുഭവങ്ങളുടെ അകത്ത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും സമാധാനമില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം തരുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ഇതാണ് ദൈവവചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടോ, പാപമോചനം തരുന്നു, ശിക്ഷയിൽ നിന്ന് വിടുവിക്കുന്നു, ദൈവരാജ്യത്തിന്റെ മക്കളാക്കി തീർക്കുന്നു. തീർന്നില്ല, നമുക്ക് സമാധാനം തരുവാനും ഈ ദൈവ വചനത്തിന് കഴിയുന്നു. ഇത് ദൈവകൃപയുടെ സുവിശേഷമാണ്. ഇത് സൗജന്യമായി ലഭിച്ച സുവിശേഷമാണ്. ഈ ലോകത്തിൽ ലഭിക്കാവുന്ന എന്തൊക്കെ നമുക്ക് ലഭിക്കാമെങ്കിലും സമാധാനത്തിനും സന്തോഷത്തിനുമായി മനുഷ്യൻ പല വഴികൾ തേടാറുണ്ട്. പക്ഷേ ഈ ലോകം തരുന്ന എല്ലാ വഴികളും, ലോകം വെച്ചു നീട്ടുന്ന എല്ലാ ഓഫറുകളും വില കൊടുക്കാതെ ലഭ്യമാകയില്ല. എന്നാൽ ദൈവവചനത്തിന്റെ, യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത ഇത് സൗജന്യമായി ലഭിച്ച രക്ഷയാണ്. ദൈവവചനത്തിന്റെ പ്രത്യേകത, യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത, ഇത് സൗജന്യമായി ലഭിച്ച സുവിശേഷമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആരും വില മുടക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഓടിയെത്തേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ വീടിൻ്റെ അകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ വീടിൻ്റെ അകത്ത് മകനെ മകളെ എന്ന് പറഞ്ഞ് ഇറങ്ങി വരുവാൻ ഈ യേശുവിനല്ലാതെ വേറെ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. 100 അനുഭവങ്ങൾ ഇവിടെയുള്ള ദൈവമക്കൾക്ക് പറയാനില്ലേ? നിലവിളിയുടെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ ഞാൻ ഒത്തിരി സ്ഥലങ്ങൾ തേടിപ്പോയി, ഒത്തിരി യാത്രകൾ നടത്തി, ഒത്തിരി വ്യക്തികളെ കണ്ടു, ഒത്തിരി പണം ചിലവാക്കി, ഒത്തിരി നേർച്ചകളൊക്കെ നേർന്നു. പക്ഷെ ഒരിടത്തും ഒരു വ്യക്തിക്കും എനിക്ക് രക്ഷ തരാൻ കഴിയാതിരുന്നപ്പോൾ ഞാൻ ഇരുന്ന ഇടത്ത് ഇറങ്ങി വന്ന് ഇത് സൗജന്യമായി നൽകിയ ഒരു യേശുവിനെ ഇന്ന് രാത്രി ആർക്ക് വേണം ദൈവമക്കളെ? ഹല്ലേലൂയ. വില കൊടുക്കേണ്ട കേട്ടോ, നമുക്ക് വേണ്ടി പരമയാഗമായി അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി പകരം വില കൊടുത്ത ഒരു യേശു ഇന്ന് രാത്രി ചോദിക്കുന്നു, ഈ രക്ഷ സൗജന്യമാണ്. എൻ്റെ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്നൊരു വാക്ക് പറയാൻ ആര് തയ്യാറായാലും നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ യേശു കടന്നു വരും. അതിന് മുതൽ മുടക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പണം ചിലവഴിക്കേണ്ട ഏതെങ്കിലും സമയം അതിന് ആവശ്യമില്ല, ഏതെങ്കിലും വ്യക്തികളുടെ അകപ്പടി അതിന് ആവശ്യമില്ല. വ്യക്തിപരമായി അപ്പാ എന്ന് വിളിക്കുവാൻ ഡയറക്റ്റായി ഒരു ബന്ധം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കറിയാം, പണവും സ്വാധീനവും ഒക്കെ ഉള്ള കാലത്താണ് നാം ജീവിക്കുന്നത്. പണവും സമ്പത്തിന്റെ നിലവാരം അനുസരിച്ച് വ്യക്തികൾക്ക് മാന്യത കൊടുക്കുന്ന ഈ മണ്ണിൽ യേശു ലോകത്തോട് വിളിച്ചു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കലേക്ക് കടന്നു വരുവീൻ. ഇത് ദരിദ്രരോടുള്ള സുവിശേഷമാണ്. യേശു പറയുന്നുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇന്ന് രാത്രി ഒറ്റപ്പെട്ട് എല്ലാവരും തഴയപ്പെട്ട് ജീവിതത്തിൻ്റെ യാത്രകളിൽ ഒറ്റപ്പെട്ടു പോയെങ്കിൽ നിരാശപ്പെടണ്ട. രക്തബന്ധങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയും ഒറ്റയ്ക്കാണെങ്കിൽ ഭാരപ്പെടണ്ട. എളിയവരെ ആദരിക്കുന്ന, എളിയവരെ കാണുന്ന, അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമായ ഒരു യേശുവിനെയാ ഇന്ന് രാത്രി ഞാൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. യേശു മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. കണ്ടോ സുവിശേഷത്തിന്റെ പ്രത്യേകത? കണ്ടോ, അതിനകത്ത് രോഗസൗഖ്യമുണ്ട്, കുരുട്ടു കണ്ണുകൾ തുറക്കപ്പെടും. ഇന്ന് രാത്രിയും രോഗവുമായി ഭാരവുമായി ആര് കടന്നു വന്ന് എൻ്റെ യേശുവേ എന്നൊരു വാക്ക് വിളിച്ചാൽ നിങ്ങളുടെ വിളിപ്പുറത്ത് ഇറങ്ങി വന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരു യേശു. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, അതിനേതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ ഒരു സാഹചര്യമോ ഒരു പ്രത്യേക ക്രമീകൃതമായ സ്ഥലമൊന്നും ആവശ്യമില്ല. ഇരിപ്പിടത്തിലിരുന്ന് എൻ്റെ യേശുവേ എന്ന് മനസ്സ് തുറന്നു വിളിക്കുന്നവരുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നല്ല യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഭൂലോകത്തിലുള്ള സകല ജാതികളോടും ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. അപ്പൊ ഈ സുവിശേഷം ഒരു വ്യക്തികൾക്ക് വേണ്ടിയോ ഒരു സംഘടനയ്ക്ക് വേണ്ടിയോ അല്ല.
നമുക്കറിയാം, യേശു ഈ ലോകത്തിൽ കടന്നു വന്നത് ഒരു മതം സ്ഥാപിക്കാനോ, ഒരു പ്രത്യേക മതത്തിന്റെ വക്താവോ, ഒരു പ്രത്യേക മതത്തിന്റെ സ്ഥാപകനായി ഇരിപ്പാനല്ല യേശു വന്നത്. ഭൂമിയിലുള്ള സർവ്വ സൃഷ്ടികളോടും ഈ വചനം പ്രഘോഷിക്ക എന്ന് യേശു പറഞ്ഞെങ്കിൽ ഈ വചനം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ക്രൈസ്തവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ക്രൈസ്തവ നാമധാരികൾക്ക് വേണ്ടി ഉള്ള ഒരു വ്യക്തി അല്ല യേശു എന്ന് പറയുന്ന വ്യക്തി. സകല രോഗർക്കും സകല ലോകർക്കും വേണ്ടിയുള്ള, മാനവജാതികൾക്ക് വേണ്ടിയുള്ള മഹാരക്ഷകനാണ് യേശു ക്രിസ്തു. ഞാൻ വേഗം മുമ്പോട്ട് കടന്നു പോകുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. സകലവും ഉണ്ടാക്കിയ നശിച്ചു പോകുന്നവർക്ക് മറഞ്ഞിരിക്കുന്ന ഈ സുവിശേഷം, ഇതിൻ്റെ അകത്തൊരു ഗൗരവം കൂടെ ഉണ്ട് കേട്ടോ. റോമാലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കുന്ന സുവിശേഷമാണിത്. മനുഷ്യൻ പറയുന്ന, ചിലപ്പോൾ നിങ്ങളോ ഞാനോ രഹസ്യമായി പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളെ കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. കർത്താവിന്റെ കണ്ണുകളുടെ പ്രത്യേകത അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ളവൻ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. ദൈവത്തിന്റെ കണ്ണുകൾക്ക് മറച്ച് ഉലകത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങളുടെ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. സാമൂഹികമായ ഇടപെടലുകളിലൂടെ, വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങളിലൂടെ ഏതെങ്കിലും വിഷയത്തിൽ അനീതി നിങ്ങളുടെ മേൽ വാഴുന്നുണ്ടെങ്കിൽ, നീതി നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അഗ്നി ജ്വലിക്കുന്ന കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരു ദൈവമുണ്ട്. വചനത്തിന്റെ പ്രത്യേകത, ഒരു വാക്യം എങ്ങനെയുണ്ട്: നീതിയും ന്യായവും സിംഹാസനത്തിന്റെ അടിസ്ഥാനമായവൻ. നീതി കണ്ട് വിധി പറയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. നമുക്കറിയാം, യേശുവിൻ്റെ കാലത്ത്, പാവനിയായ അക്കാലത്ത് ഏറ്റവും ന്യായപ്രമാണത്തിൻ്റെ പ്രമാണമനുസരിച്ച് വിവേചിച്ച് വിധിച്ച് നോക്കിയാൽ അന്നത്തെ മതപുരോഹിതന്മാരും മതപണ്ഡിതന്മാരും ഒരുമിച്ച് പറഞ്ഞു, ഈ സ്ത്രീ പാവനിയായ സ്ത്രീയാ. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് അന്നത്തെ പ്രമാണമനുസരിച്ച് പാപം ചെയ്ത സ്ത്രീയെ കല്ലുകൾ കൊണ്ടെറിഞ്ഞ് കൊന്നുകളയണമെന്നുള്ള പ്രമാണമെന്ന് നിലനിൽക്കെ, ഗുരുവിന്റെ അടുക്കൽ, യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന ഈ സ്ത്രീക്ക് യേശു എന്താ വിധി പറയുന്നു എന്ന് കേൾപ്പാൻ കാതു കൂർപ്പിച്ച് നിന്ന വലിയൊരു സമൂഹത്തിന്റെ നടുവിൽ, നമുക്കറിയാം 100 പേര് കൂടിയ ഒരു സമൂഹത്തിന്റെ നടുവിൽ ഭൂരിഭാഗം ആളുകൾ പറയുന്നതാ അവിടുത്തെ പൊതുവായ വാക്കെന്ന് പറയുന്നത്. പക്ഷെ കൂടി വന്ന 100% ആളുകളും ഒരുമിച്ച് പറഞ്ഞു, ഈ സ്ത്രീ പാപിയാണെന്ന് പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങളെ നോക്കി, സമൂഹത്തെ നോക്കി, സമൂഹം നിങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഗതിയുണ്ടാകത്തില്ല, നിങ്ങൾ ഇങ്ങനെ ഈ മണ്ണിന് വളമാകത്തേ ഉള്ളൂ, നിങ്ങളുടെ വീട് ഈ നിലയിൽ തുടരത്തേ ഉള്ളൂ, നിങ്ങളുടെ വീടിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരത്തില്ല എന്നും കണ്ണുനീരും കയ്പും ശാപവും പേറിക്കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും തീരത്തേ ഉള്ളൂ എന്ന് നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആരെങ്കിലും വേദനയോടെ എന്നെ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളെ അറിയുന്നൊരു ദൈവം ഇന്ന് രാത്രി നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. യേശു സമൂഹത്തോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൾ അവളെ കല്ലെറിയട്ടെ. അപ്പൊ സമൂഹം വിധി പറയുന്ന അഭിപ്രായത്തെ നോക്കി എല്ലാവരും പറയുന്ന വാക്കിനെ ഞാനും മാനിക്കുന്നു എന്ന് പറഞ്ഞ് വിധി പറയാൻ നിൽക്കാതെ, കൂടി വന്ന ജനത്തെ നോക്കി സത്യം പറഞ്ഞൊരു ദൈവം ഇന്ന് രാത്രിയും ജീവിക്കുന്നു. ആ കർത്താവ് നിങ്ങളോടും പറയുന്നു, ലോകം എന്തൊക്കെ നമ്മളെ നോക്കി പറഞ്ഞാലും യഥാർത്ഥ വിധി പറയുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയും ജീവിക്കുന്നു. ഞാൻ ഈ കുറുവാക്യത്തിലേക്ക് വീണ്ടും കടന്നു വന്ന ചില ചിന്തകൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ സുവിശേഷത്തെക്കുറിച്ച് നിരവധി വാക്യങ്ങൾ ദൈവത്തിന്റെ തിരുവചനം പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന, സ്തോത്രം, നാട്ടിൻ പുറത്ത് നിങ്ങളും ഞാനും ജീവിക്കുന്നവരാണ്, നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ ഞാൻ ഇന്ന് രാത്രി പറയുന്നു, യേശു ക്രിസ്തുവിലൂടെ ഒരു വലിയ രക്ഷ നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ കഴിയും.
അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ദൈവ പ്രതിമയായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. നമുക്കറിയാം, ഇന്നു രാത്രി ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന ദൈവത്തിന്റെ തിരുവചനം യഥാർത്ഥമായി ഗ്രഹിക്കാതിരിക്കാതെ വണ്ണം ഹൃദയ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്ന ഒരു അദൃശ്യ മണ്ഡലമുണ്ട്. അതുകൊണ്ട് ആ പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞത്, ഇന്ന് രാത്രി ഇവിടെയുള്ള ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ ഈ സുവിശേഷ പ്രഘോഷണം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ല. കർത്താവെ, മുഴു ലോകത്തെക്കാൾ വിലപ്പെട്ട ഒരു ആത്മാവിനെ എങ്കിലും ഈ രാത്രി, ഈ 3 ദിവസത്തെ വചന പ്രഘോഷണം കൊണ്ട് ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. വിടുവിച്ചേ മതിയാകുമെന്ന് ഒന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചേ മതിയാകും. ചിലപ്പോൾ എന്നേക്കാൾ നന്നായി നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയുമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായി ഇവിടെയുള്ള വചനത്തെ സ്തോത്രം ഇവിടെ നിന്ന് വിളംബരം ചെയ്യാൻ കഴിയുമായിരിക്കാം. പക്ഷെ 11 പേരോട് ചേർന്ന് നിന്ന് പത്രോസ് എഴുന്നേറ്റ് നിന്നപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ മഹത്വം അന്ന് തുടങ്ങിയതാ, അത് ഇന്നും കത്തി അവസാനിച്ചിട്ടില്ല. ഇന്നു രാത്രി നമ്മുടെ നടുവിൽ ആ സാന്നിധ്യമുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ എവിടെ ദൈവജനം തയ്യാറാകും, അവിടെ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടാനിടയായി തീരും. ഞാൻ പറഞ്ഞു, സുവിശേഷത്തിന് അനന്തമായ സാധ്യതകളാണുള്ളത്. ഈ ലോകം പരീക്ഷിച്ച് പ്രാവർത്തികമാക്കാൻ നോക്കിയ ശാസ്ത്രീയ, സാങ്കേതിക, വൈജ്ഞാനിക കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള പേപ്പർ കഷണത്തിന്റെ അകത്ത് ഒതുങ്ങിത്തീർന്നപ്പോൾ അനന്തമായ സാധ്യതകൾ, അഗാധമായ ആഴങ്ങളുള്ള വചനത്തെ ഇന്ന് രാത്രിയും പ്രസംഗിച്ച് തീർന്നിട്ടില്ല ദൈവമക്കളെ. സ്നേഹം എന്താണെന്നും എങ്ങനെ സ്നേഹിക്കണമെന്നും ആരെ എങ്ങനെ സ്നേഹിക്കണമെന്നും പഠിപ്പിച്ച വ്യക്തിയാണ് യേശുക്രിസ്തു. വാളെടുത്തു വെട്ടുവാൻ തന്നെ ആക്രമിക്കാൻ വന്ന, യേശുവിനെ ആക്രമിക്കാൻ വന്ന പടയാളിയെ വാളെടുത്തു വെട്ടി പരിക്കേൽപ്പിച്ച പത്രോസിനോട് യേശു തമ്പുരാൻ വിളിച്ചു പറഞ്ഞു, പത്രോസെ, വാള് ഉറയിൽ ഇടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. ഇന്ന് രാത്രി അക്രമത്തിന്റെയോ സ്തോത്രം അധിക്ഷേപത്തിന്റെയോ തിന്മയുടെയോ മറ്റെന്തെങ്കിലും സ്തോത്രം ധ്വനി അല്ല സുവിശേഷത്തിന്റെ അകത്തുള്ളത്. സത്യ സുവിശേഷത്തിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തിൽ പണിയപ്പെടുന്ന ക്രിസ്തീയ ജീവിതമാണ്. നരഭോജികളെ നരസ്നേഹികളാക്കുവാൻ പഠിപ്പിച്ച വചനമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന വചനം. മനുഷ്യവർഗത്തെ അനാചാരങ്ങളിൽ നിന്നും, അടിമത്വത്തിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും വിടുവിച്ച നാമമാണ് യേശുക്രിസ്തുവിന്റെ നാമം. ഈ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിയാതെ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ മറ്റുള്ളവരോട് ഇടപെടണം എന്നൊന്നും അറിയാതെ അധർമ്മികളായി അധർമ്മത്തിന്റെ മൂല്യച്യുതിയുടെ ആഴങ്ങളിൽ ജീവിച്ച മനുഷ്യവർഗത്തെ സുവിശേഷത്തിന്റെ സത്യപ്രഘോഷണത്താൽ, സുവിശേഷത്തിന്റെ സത്യത്താൽ വിടുവിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് സന്തോഷമുണ്ട്. അങ്ങനെ വിടുവിക്കപ്പെട്ട ദൈവമക്കൾ ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യന്റെ മേൽ ഉണ്ടായിരുന്ന അടിമച്ചങ്ങലകൾ സുവിശേഷത്തിന്റെ ശക്തിയാൽ അഴിഞ്ഞു വീണു. മരണബന്ധനങ്ങൾ പൊട്ടി മാറുവാൻ ഇടയായി തീർന്നു. നുകക്കൈകൾ ഒടിഞ്ഞു മാറി. സ്തോത്രം, പാരമ്പര്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പാരമ്പര്യ ആചാരങ്ങളുടെയും കർമ്മങ്ങളുടെയും നുകത്തിന്റെ കൈകൾ സുവിശേഷത്തിന്റെ ശക്തിയാൽ ഒടിഞ്ഞു വീഴുവാൻ ഇടയായി തീർന്നു. സർവശക്തനായ യേശു മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചു. മരണത്തെ മനുഷ്യൻ ഭയപ്പെട്ട് ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ യേശുവിന്റെ ക്രൂശ് മരണത്തോടെ വചനം വിളിച്ചു പറയുന്നു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെയും പാതാളത്തിന്റെയും ശക്തികളെ കാൽക്കീഴാക്കി മരണത്തിന്റെ വാതിൽ പൂട്ടി മരണാധികാരിയായ പിശാചിനെ പുത്രന്റെ ക്രൂശ് മരണത്താൽ നീക്കി ജയഭേരി മുഴക്കിയ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. എത്ര ദൈവമക്കൾക്ക് സന്തോഷമുണ്ട്. തീർന്നില്ല. പിശാചിനെയും അവന്റെ സൈന്യത്തെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവനെ പരസ്യകോലമാക്കി നമ്മുടെ കർത്താവ്. നമുക്കറിയാം, ഒന്നാം മനുഷ്യനായ ആദാം, ദൈവത്തിന്റെ മകൻ എന്നറിയപ്പെടുന്ന, ആദ്യമായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നാം മനുഷ്യനായ ആദാമിന്റെ അനുസരണക്കേടിലൂടെ വന്നു കയറിയ പാപത്തിന്റെ ശാപത്തിന്റെ ശിക്ഷയെ
ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തുവിന്റെ അനുസരണത്തിലൂടെ പരിഹരിക്കപ്പെട്ടു. ശ്രദ്ധിച്ചു കേൾക്കണം. അനുസരണക്കേടിലൂടെ വന്നു കയറിയ പാപബന്ധനം അനുസരണത്തിലൂടെ നീങ്ങിയെങ്കിൽ ഇന്നു രാത്രി യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ ഏറ്റെടുത്ത് വചനം അനുസരിക്കുവാൻ ആര് തയ്യാറാകുന്നു? അനുസരണത്തിലൂടെ ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. കേൾക്കണം. യേശു ക്രിസ്തുവിലൂടെ മനുഷ്യവർഗം സ്വതന്ത്രമായി. ആണ്ടുകളായി കോലാട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാവിന്റെയും കുറുപ്പിടാവിന്റെയും രക്തങ്ങൾ കൊണ്ട് ശാശ്വത പരിഹാരം പാപത്തിന് ലഭ്യമാകാതെയിരുന്നു. ഈ ഭൂമിയെ വാഴുവാൻ, അടക്കി ഭരിക്കുവാൻ രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ മാറി മാറി കയറി ഇറങ്ങി നോക്കിയിട്ടും ഭൂമിയെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല. ആദാമിലൂടെ വന്നു കയറിയ മനുഷ്യവർഗത്തിലേക്ക് വന്നു കയറിയ പാപത്തിന്റെ സ്വഭാവം രക്തത്തിലൂടെ പാരമ്പര്യമായി മനുഷ്യനിലേക്ക് പകരപ്പെടുവാൻ ഇടയായി തീർന്നു. മനുഷ്യന്റെ ശരീരത്തിനകത്ത്, ഹൃദയത്തിനകത്ത് രൂഢമൂലമായിരിക്കുന്ന പാപത്തിന്റെ അവസാന വേരുകളെയും പിഴുതെറിയുവാൻ യേശുവിന്റെ രക്തത്താൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിയപ്പെട്ടു. രക്തം ചൊരിയാതെ വിമോചനമില്ല എന്ന് വിളംബരം ചെയ്ത പഴയ നിയമ പ്രവചനത്തെ പൂർത്തീകരിക്കുവാൻ, പഴയ നിയമത്തെ പൂർത്തീകരിച്ചുകൊണ്ട് പുത്രനാം ക്രിസ്തുയേശു ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുവാൻ ഇടയായി. സ്വർഗീയ മന്ത്രിസഭ കൂടി മനുഷ്യവർഗത്തിന്റെ പാപത്തെ നീക്കുവാൻ ആര് പോകും, എന്ത് പോംവഴി ഉണ്ട് എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ പുത്രൻ തമ്പുരാൻ സ്വമനസാലെ മനുഷ്യവർഗത്തിനു വേണ്ടി മരിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു ഒരിക്കലും പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല. പാപം അറിയാതെ, പാപം ചെയ്യാതെ, പാപം ഇല്ലാത്തവനായി ഭൂമിയിലേക്ക് വന്ന് ജനിച്ചു ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് മണ്ണിനടിക്ക് തീർന്നു പോയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് ഒരു പ്രയോജനവുമില്ലായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നു, സ്തോത്രം, യേശു ക്രിസ്തു ഉയർത്തില്ല എങ്കിൽ എന്റെ പ്രസംഗം വ്യർത്ഥം. ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് ഈ രാത്രിയിലെ പ്രഭാഷണത്തിന് പ്രസക്തിയുണ്ട്. എത്ര ദൈവമക്കൾക്ക് സന്തോഷമുണ്ട്. യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യമായ രക്ഷ. യേശുവിന്റെ നാമത്തെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഉയർത്തുവാനിടയായി തീരട്ടെ. ആദാമിലൂടെ വന്നു കയറിയ പാപത്തെ പൂർണ്ണമായി യേശു ക്രിസ്തുവിലൂടെ പരിഹരിക്കപ്പെട്ടു. മനുഷ്യന്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു. എന്നാൽ ഭൂമി ഇന്നും ഞരങ്ങിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, സർവ്വ സൃഷ്ടി ജാലങ്ങളും, ഭൂമിയിലുള്ള സർവ്വ സൃഷ്ടി ജാലങ്ങളും പുത്രനാം ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഈറ്റു നോവോടെ ഞരങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സ്വന്തം ജീവനെ നൽകി കൊടുത്ത പുത്രനാം ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഏറ്റെടുക്കുവാൻ ആരെങ്കിലും എന്നെ ശബ്ദപരിധിയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ഒടുവിലത്തെ സന്ദേശമാണ് ആ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇന്ന് രാത്രി സ്വീകരിപ്പാൻ ഇടയായി തീരട്ടെ. ഇനിയുള്ള പരിമിതമായ സമയത്തിനകത്ത് മൂന്ന് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. സുവിശേഷം അനുസരിക്കുന്നതിലൂടെ രക്ഷയും പാപമോചനവും നമുക്ക് ലഭ്യമാകുന്നു. നിത്യമായി നമുക്ക് നഷ്ടപ്പെട്ട ദൈവിക അധികാരങ്ങൾ മടക്കി കിട്ടുന്നു. ഇനി ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന 3 കാര്യങ്ങൾ കൂടെ ഞാൻ പങ്കുവെക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമുക്ക് പരിചയമുള്ള വാക്യമാണ്. ആരാണ് സത്യം? എന്താണ് സത്യം? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ മറുപടി യേശു ക്രിസ്തുവാണ് സത്യം. പൊതുവായി കൂടി നിന്ന ജനത്തോട് യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പൊ യേശു ക്രിസ്തുവിലൂടെയാണ് വഴി, യേശു ക്രിസ്തുവിലൂടെയാണ് സത്യം, യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ ദൈവം. ഞാൻ തന്നെ വഴി. ഒരുപാട് വഴികളിലൂടെ കയറി ഇറങ്ങി വന്നൊരിടത്തെത്താമെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നില്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ. മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, മനുഷ്യനെ ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, അവന്റെ ആത്മാവിനെ നിത്യ നരകത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് നാം ഇന്ന് രാത്രി ഉയർത്തുന്ന യേശു ക്രിസ്തു മാത്രമാണ്. സത്യം തേടിയുള്ള മോക്ഷയാത്രയിൽ നിരവധി വ്യക്തികളെ നമുക്ക് വായിച്ചറിഞ്ഞിട്ടുണ്ട്.
നമുക്കറിയാം, പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് മോക്ഷം തേടിപ്പോയ ഒരു മനുഷ്യൻ, തനിക്ക് പിന്നീട് മനസ്സിലായി ലോകത്തിൽ എവിടെ തപ്പി അന്വേഷിച്ചാലും മോക്ഷം കിട്ടത്തില്ല, യേശു ക്രിസ്തുവിലേക്ക് വന്നേ മതിയാകൂ. അപ്പം സ്വാതന്ത്ര്യം, ഒന്ന്, യേശു ക്രിസ്തുവിനെ നാം അംഗീകരിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന ഒന്നാമത്തെ അനുഗ്രഹം, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. എന്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നു? പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, നിത്യശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന ഒരു വ്യക്തി പോലും മരണത്തെ ഭയപ്പെടേണ്ടതില്ല. ഇന്ന് രാത്രി ഒരു വ്യക്തികൾ പോലും ശാപത്തെ ഭയപ്പെടേണ്ടതില്ല. രോഗത്തെയോ അല്ലെങ്കിൽ മറ്റൊന്നിനെയും നാം ഭയപ്പെടേണ്ട ഒരു വ്യക്തിയുണ്ട്, യേശു ക്രിസ്തു മാത്രമാണ്. അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ തക്കവണ്ണം പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയ സർവശക്തനായ ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുവന്ന അന്നത്തെ പരമാധികാരിയായിരുന്ന ഗവർണർ പീലാത്തോസ് പറഞ്ഞു, എനിക്ക് നിന്നെ വിട്ടയപ്പാനും വിടുവിക്കാനൊക്കെ അധികാരമുണ്ടെന്ന് പറഞ്ഞപ്പോൾ യേശു തിരിച്ചു പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. നമുക്കറിയാം ആ വാക്യം, മേലിൽ നിന്നൊരധികാരം നൽകിയിട്ടല്ലാതെ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ഭൂമിയിൽ വ്യാപരിക്കുന്ന ഏതെങ്കിലും ശക്തികളെയോ വ്യക്തികളെയോ നാം ഭയപ്പെടാതിരിക്കുന്നതിന്റെ കാരണം, ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും വരികയില്ല. ഏതൊക്കെ വ്യക്തികൾ നമുക്കറിയാം സുവിശേഷത്തെ നശിപ്പിച്ച് കളയുവാൻ നിരവധി വ്യക്തികൾ, തത്വചിന്തകന്മാർ എഴുന്നേറ്റു. ഈ പഴഞ്ചൻ ഗ്രന്ഥമാണെന്ന് പറഞ്ഞ് ഇതിനെ അകത്തളത്തിൽ മൂടി കെട്ടിവെക്കുമെന്ന് പറഞ്ഞ വ്യക്തികളൊക്കെ മണ്ണിന് വളമായി തീർന്നു. അനേകർ ഇന്ന് രാത്രി ഭൂമിയിൽ നിന്ന് ഛേദിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. പക്ഷെ ഇന്ന് രാത്രിയും ഛേദിക്കപ്പെടാത്ത യഥാർത്ഥ സത്യം ഇന്ന് രാത്രിയും ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ദൈവവചനത്തിന് ബന്ധനമില്ല. ഈ ദൈവവചനം ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ തുറക്കുന്നതാണ്. ഇന്ന് രാത്രി ദൈവവചനം അസമാധാനം മാറ്റുന്നു, അടിമച്ചങ്ങലകളെ അഴിക്കുന്നു, നുക കൈകളെ ഒഴിക്കുന്നു, മരണബന്ധനങ്ങളെ ഒടിച്ചു കളയുന്നതാണ്. സ്വാതന്ത്ര്യം വരുത്തുവാൻ കർത്താവിന്റെ വചനത്തിന് ഇന്ന് രാത്രി കഴിയും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ആരാണ് പുത്രൻ? ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. ഇനി മരണത്തെ ഭയപ്പെടേണ്ടതില്ല, ഇനി പാപത്തെ ഭയപ്പെടേണ്ടതില്ല, ഇനി ഒരു ശാപം നിങ്ങളെ പിന്തുടരത്തില്ല. സകല ശാപങ്ങളെയും യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക്, എന്നിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരണമെന്ന് ഒരു വാക്ക് പറയാൻ നാം തയ്യാറാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മളെ കർത്താവായി നമ്മൾ യേശുവിനെ അംഗീകരിച്ചാൽ നമ്മളെ നയിക്കുന്ന ഒരു യേശു ഇന്ന് രാത്രി നമ്മുടെ അരികിൽ വന്നിട്ടുണ്ട്. ഗലാത്യലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ഇനിയും അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ലോകം വെച്ച് നീട്ടുന്ന സുഖലോലുപതയുടെയും ലോകം വെച്ച് നീട്ടുന്ന മറ്റു പലതിൻ്റെയും ചിലതിൻ്റെയും അടിമത്തത്തിനകത്ത് ഇനിയും കുടുങ്ങാതെ ക്രിസ്തു നൽകിയ സാക്ഷാൽ സ്വാതന്ത്ര്യം ഇന്ന് രാത്രി പ്രാപിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശം യേശു ക്രിസ്തുവിന്റെ നാമത്താൽ വിടുവിക്കപ്പെടുവാൻ ഇവിടെ കടന്നു വന്ന മുഴുവൻ വ്യക്തികളും യേശു ക്രിസ്തുവിന്റെ നാമത്താൽ സ്വതന്ത്രരാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനം പറയുന്നുണ്ട്, കർത്താവ് ആത്മാവാകുന്നു. ഇപ്പൊ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ സർവ്വവ്യാപിയാണ്, സർവ്വജ്ഞാനിയാണ്, മാറാത്തവനാണ്, നിത്യനാണ്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും, അമേരിക്ക ഇരുന്ന് സായിപ്പിന്റെ ഭാഷ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും, ഇനി ആഫ്രിക്കക്കാരൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും, ലോകത്തിന്റെ ഏതു വൻകരയിൽ ഇരുന്ന് ഏത് വ്യക്തി എങ്ങനെ ഏതു ഭാഷയിൽ പ്രാർത്ഥിച്ചാലും, ഏതു സമയത്ത് പ്രാർത്ഥിച്ചാലും അതെല്ലാം കേട്ട് മറുപടി തരുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഒരു വ്യക്തി കടന്നു വന്നിട്ട് അവരെ അനുഗ്രഹിച്ചിട്ട് അടുത്ത വ്യക്തി വാ എന്ന് പറയാൻ ഉള്ള സ്തോത്രം ഒരു മാനുഷിക ദൗർബല്യമുള്ള ആളല്ല ദൈവം. ഇന്ന് രാത്രി യേശുവിന്റെ പ്രത്യേകത, ഏതു വ്യക്തി ഏത് സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചാലും അവിടെ ഇറങ്ങി വന്ന് വിടുവിക്കുന്നവനാ നമ്മുടെ യേശു കർത്താവ്. എത്ര പേർക്ക് അതൊരു സന്തോഷമുണ്ട്? ഇന്ന് രാത്രി ഒരു സ്ഥലത്തേക്ക് ഓടിയൊന്നും പോകേണ്ട. വീട്ടിൽ ചെന്ന് എൻ്റെ യേശുവേ എന്നൊന്ന് നീട്ടി വിളിച്ചു നോക്കിയേ. മരണത്തെ, പാതാള ശക്തികളെ, പൈശാചിക ശക്തികളെ, ഈ ലോകത്തിലുള്ള ഏത് അടിമത്വം നിങ്ങളെ ഭരിച്ചാലും അതിൻ്റെ അകത്തുനിന്ന് വിടുവിക്കാൻ ഈ യേശുവിന് കഴിയും. സ്തോത്രം.
ഞാനൊരു ദേശത്ത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പട്ടണത്തിന്റെ അകത്ത് കുറച്ച് ഉള്ളായിട്ടൊരു ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം കടന്നു പോകാൻ ഇടയായി തീർന്നു. അവിടെ ഒരു സഭയിൽ കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള ചെറിയൊരു സഭയാണ്. ആ സഭയിലെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, നിരവധി ആത്മഹത്യകൾ എല്ലാ മാസവും ഈ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുക. മനുഷ്യൻ വ്യക്തിപരമായ കാര്യങ്ങൾ, സന്തോഷ സൗഭാഗ്യങ്ങളുടെ നടുവിൽ മനുഷ്യന് സന്തോഷത്തിൽ തുടരുവാൻ കഴിയാതെ വന്നപ്പോൾ ജീവിതം അസ്തമിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ നിന്ന് കടന്നു പോവുകയാണ്. അവിടെയുള്ള അനേക വീടുകൾ നരകതുല്യമായി കഴിയുകയാണ്. ആ ദേവദാസൻ പറഞ്ഞു, ദേശത്തെ അടയ്ക്കുവാണ് ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നാം പാർക്കുന്ന മണ്ണിൽ, നാം പാർക്കുന്ന ദേശത്ത് ഏതെങ്കിലും അടിമത്വത്തിന്റെ ദുരാത്മ മണ്ഡലങ്ങൾ ചലിക്കുന്നുണ്ടെങ്കിൽ അതിനെ നീക്കുവാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ദേശത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമക്കൾ ദേശത്ത് ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളുടെ അകത്തുള്ളതെന്ന് മറന്നു പോകരുത്. യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അവയൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. ഈ ഭൂമിയിൽ വ്യാപരിക്കുന്ന ശക്തികൾക്കോ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ലോകത്തിൽ വ്യാപരിക്കുന്ന ശക്തി, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികൾ, സ്വർലോകങ്ങൾ, ദുഷ്ടാത്മസേന എന്നു വേണ്ട നിരവധി മേഖലകളിൽ വ്യാപരിക്കുന്ന സകല അശുദ്ധിയുടെയും തിന്മയുടെയും ആത്മാവിനെ വരുത്തുവാൻ, കാൽക്കീഴെ വരുത്തുവാൻ അധികാരമുള്ള യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി മരണം കൊണ്ട് ജീവിതം തീർത്തു കളയരുത്. ശാപബന്ധനത്തിന്റെ പുറകെ പോയി ജീവിതം അസ്തമിപ്പിക്കരുത്. ഏതെങ്കിലും ആശ്വാസത്തിന് വേണ്ടി എവിടെയെങ്കിലും പോയി അലയണ്ട. എന്റെ യേശുവേ എന്നൊന്ന് രാത്രി വിളിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് വിടുവിക്കാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആത്മഹത്യ പോലെയുള്ള പ്രവണതകൾ ഇന്ന് രാത്രി മനസ്സിൽ നെടുത്തുകള. നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ്. കുലം നോക്കാതെ, മഹിമ നോക്കാതെ, വീടും വീട്ടുപേരും സാഹചര്യവും ജനിച്ച സ്ഥലവും പാരമ്പര്യമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ കടന്നു വരിക എന്നു മനുഷ്യൻ പറഞ്ഞ യേശു പറഞ്ഞു, കടന്നു വരിക, എൻ്റെ അരികിലേക്ക് വരിക എന്ന് പറഞ്ഞവന് ഈ മുഴുവൻ അധികാരങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും വിടുവിക്കാൻ കഴിയും. ദൈവമക്കളെ, സ്തോത്രം. ഞാൻ വേഗം മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യം. 2, സമാധാനം തരുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. 1, ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യം തരാൻ കഴിയും. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ പ്രത്യേകത തന്നെ അവൻ സമാധാന പ്രഭുവാണ്. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് ആത്മ കണ്ണു തുറന്നു കണ്ടു. എന്നിട്ട് പ്രവാചകൻ ഇങ്ങനെ കുറിച്ചു വെച്ചു, ജനിക്കുവാൻ പോകുന്ന ദൈവപുത്രൻ കുറിച്ചു പറഞ്ഞു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, അവൻ സമാധാന പ്രഭു. ഈ ദേശത്ത് ഇന്ന് രാത്രി ഉയർത്തുന്ന യേശുവിന്റെ പ്രത്യേകത അവൻ സമാധാന പ്രഭുവാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല. ഇന്ന് രാത്രി സമാധാനം ലഭിക്കുവാൻ ഏതെങ്കിലും നിങ്ങൾ സ്തോത്രം ഭൗതികമായി കാണുന്ന ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ കേൾക്കുകയോ കാണുകയോ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ശാശ്വതമായ സമാധാനം തരാൻ കഴിയുകയില്ല. മദ്യപാനത്തിനോ ലഹരി ഉപയോഗത്തിനോ മറ്റെന്തെങ്കിലും സുഖ സൗകര്യങ്ങളുടെയും ലൗകിക സുഖങ്ങളുടെയും നടുവിൽ എങ്ങനെയൊക്കെ ജീവിച്ചാലും അത് നിത്യമായ സമാധാനമാകുകയില്ല. പക്ഷെ യേശു പറഞ്ഞു, നിത്യമായ സമാധാനം തരാനാ ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും സന്തോഷത്തോടെ, സമാധാനത്തോടെ കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് കടന്നു വരാൻ ഇടയായി തീർന്നത്. യേശു തന്റെ അവസാന മൊഴികളായി അവസാനിപ്പിക്കുന്ന ശിഷ്യന്മാരെ പറഞ്ഞ് ബലപ്പെടുത്തുന്ന വാക്കുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ. ഇന്ന് രാത്രി കലങ്ങിയ ഹൃദയവുമായി ആരെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഇന്ന് രാത്രി ഞാൻ പ്രഘോഷിക്കുന്നു, ഹൃദയം കലങ്ങി പോകരുത്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. യേശുവിന്റെ അരിക്കൽ കടന്നു വന്ന പാപിനിയായ സ്ത്രീയോടും രോഗിയായ സ്ത്രീയോടും ആവശ്യഭാരങ്ങളുമായി കടന്നു വന്നവരോട് യേശു പറഞ്ഞത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് രാത്രി വിശ്വസിക്കാൻ ആര് തയ്യാറാകും? ഈ യേശുവിന്റെ സൗജന്യ സുവിശേഷത്തിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ഒന്ന് പ്രാർത്ഥിച്ചേ, ദേശത്തെ ഇന്ന് രാത്രി കർത്താവ് തൊടുവാനിടയായി തീരട്ടെ.
യോഹന്നാന്റെ സുവിശേഷം 16:33 യേശു പറയുക, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാനിത് സംസാരിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുക, കുഞ്ഞുങ്ങളെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. പ്രശ്നങ്ങൾ മുഴുവൻ മാറിയത് കൊണ്ടല്ല നമ്മൾ സന്തോഷിക്കുന്നത്. ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. ജീവിതത്തിന്റെ യാത്രകളിൽ ഏതെങ്കിലും പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിൽ യേശു പറയുക, ലോകത്തിൽ കഷ്ടമുണ്ട്, പക്ഷെ ധൈര്യപ്പെടുവീൻ. എന്നിട്ടൊരു ഉറപ്പോടെ പറയുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ? സ്തോത്രം. നമ്മുടെ ശുദ്ധീകരണം തന്നെ, നമ്മുടെ വിശ്വാസം തന്നെ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലോകത്തെ ജയിച്ച കർത്താവിലൂടെ നമുക്ക് പൂർണ്ണ ജയം ലഭ്യമാകാനിടയായി തീരും. സമാധാനം. 1, സ്വാതന്ത്ര്യം തരുവാൻ കർത്താവിന് കഴിയും. 2, സമാധാനം തരുവാൻ നിരവധി വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് വായിക്കുവാനുണ്ടെങ്കിൽ ഞാൻ സമയത്തിന്റെ പരിമിതിയിൽ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ ജനനത്തിങ്കിൽ ദൂതന്മാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. യേശു ലോകത്തിൽ വന്നത് ഛിദ്രം വരുത്തുവാനോ തമ്മിൽ കലഹിപ്പിക്കുവാനോ ഒന്നുമല്ല, സമാധാനം നൽകുവാനോ യേശു ലോകത്തിൽ വന്നത്. നമുക്കറിയാം, സമാധാനമില്ലാതെ ഇന്ന് രാത്രി ഭാരപ്പെടുന്ന നിരവധി കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മദ്യം, മയക്കുമരുന്ന്, ലൗകിക കാര്യങ്ങൾ, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിരവധി കാര്യങ്ങൾ, ഇവയെല്ലാം നശ്വരമാണ്, ക്ഷണഭങ്കുരമാണ്, താൽക്കാലികമാണ്. നിത്യമായ സമാധാനം തരുവാൻ അനശ്വരനായ ദൈവത്തിന് മാത്രമേ കഴിയൂ. നശ്വരമായ ക്ഷണഭങ്കുരമായ ജീവിതത്തിൽ നിത്യ സമാധാനം, സ്വാതന്ത്ര്യം തരുവാൻ അനശ്വരനായ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. 3 പറയാനുള്ളത് ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, സ്വാതന്ത്ര്യം. 2, സമാധാനം. 3, സന്തോഷം തരുവാൻ ദൈവത്തിന് കഴിയും, ഈ സുവിശേഷത്തിന് കഴിയും. അതുകൊണ്ടല്ലേ പ്രശ്നം ഉണ്ടായിട്ടും ചിരിക്കാൻ കഴിയുന്നത്. പൗലോസ് വിളിച്ചു പറയുന്ന വിശുദ്ധ ബൈബിളിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. ഫിലിപ്പി ലേഖനം 4:4 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അടുത്ത വാക്യം പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇന്ന് രാത്രി വിചാരങ്ങളുടെ ബഹുത്വത്താൽ ഭാരപ്പെട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കാം. പഴയ നിയമത്തിലും ദൈവം പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നമ്മുടെ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ പറ്റിയ ഇടം ദൈവത്തിന്റെ സന്നിധിയാണ് കേട്ടോ. ഈ ഭൂമിയിലുള്ളൊരു കൗൺസിലർക്കോ ഒരു ഡോക്ടർക്കോ ഒരു വ്യക്തികൾക്ക് നമുക്ക് സമാധാനം തരുവാൻ നമ്മുടെ ഭാരത്തെ ഒന്നും മാറ്റാൻ കഴിയത്തില്ല. യേശുവിൻ്റെ അരികിൽ വന്ന്, എൻ്റെ കർത്താവേ, എനിക്ക് സമാധാനം വേണം, എനിക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മഹാസന്തോഷത്താൽ ദൈവം നമ്മെ നിറയ്ക്കുവാനിടയായി തീരും. സ്തോത്രം. യേശു പറഞ്ഞു, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ഇന്ന് രാത്രി യേശുവിൻ്റെ സന്തോഷം നമ്മുടെ മേൽ ഇരിപ്പാനും നമ്മുടെ സന്തോഷം ക്രിസ്തുവിൽ പൂർണ്ണമാകുവാനും ദൈവത്തിൻ്റെ വചനം നമ്മളോട് ദൈവം അറിയിക്കുന്നു. സ്തോത്രം. ഞാൻ വാക്കുകൾ ഇവിടെ ചുരുക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ സമയങ്ങളെ വേർതിരിക്കുന്നു. വചനം പറയുന്നു, റോമാലേഖനം പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതുകൊണ്ട് കർത്താവിൽ പരിശുദ്ധാത്മാവിൽ ഒന്ന് സന്തോഷിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എപ്പോഴും സന്തോഷിപ്പാൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. താൽക്കാലിക സന്തോഷത്തിന് ലോകം പലതും കാട്ടിക്കൂട്ടുമ്പോൾ യഥാർത്ഥ സന്തോഷം തരുവാൻ, നിത്യമായ സന്തോഷം തരുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ഈ 3 കാര്യങ്ങൾ മനസ്സിനകത്ത് കുറിച്ചിടാൻ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തെ ഇന്ന് രാത്രി വിളംബരം ചെയ്യുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹായിച്ചല്ലോ. ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഇവിടെ കടന്നു വന്ന എല്ലാവരും കണ്ണുകളെ ഒന്ന് അടച്ചാട്ട്. കർത്താവേ, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. അങ്ങ് ധന്യനായ ഏകാധിപതിയാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ മഹാരാജാവാണ്. സർവശക്തനും ഉന്നതനും മഹോന്നതനും പരമാധികാരിയും പരമോന്നതനുമാണ്. എങ്കിലും താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായി, ഞങ്ങളുടെ ശാപത്തിന്റെ ശിക്ഷയെ ചുമക്കുവാൻ, ഞങ്ങൾ അനുഭവിക്കേണ്ട സകല വേദനകളും പാപത്തിന്റെ ശിക്ഷയും അങ്ങ് ക്രൂശിൽ വഹിച്ചല്ലോ. ഞങ്ങളത് അറിയുന്നു കർത്താവേ. എല്ലാ ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ.
എൻ്റെ ആയുസ്സിൻ്റെ ദിനമൊക്കെയും അങ്ങേ മാത്രം ഞാൻ സേവിക്കും കർത്താവേ. കണ്ണുകളെ അടച്ച് എല്ലാ ദൈവമക്കളും സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ഗായക സംഘത്തോട് ചേർന്ന് ഇന്ന് രാത്രി ഈ പാട്ടിന്റെ വരികൾ ചേർന്ന് പാടി ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എന്റെ ആയുസ്സിൽ ദിനമോ എന്റെ ആയുസ്സിൽ ദിനമോ ഒരു കൈ കത്തി ചൂരിക്കൽ ഒരു കൈ കത്തി ചൂരിക്കൽ ദൈവം ആശ്രയിച്ച് എന്റെ യേശുവിന്റെ രാത്രി കർത്താവിനെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് മാറാ വേദനകളും വ്യാധിയും ലോകത്തിൽ കടന്നു വന്നാലും എൻ്റെ ആയുസ്സിൽ ദൈവം തരുന്ന ഇനി ഒരു നിമിഷമുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. എൻ്റെ ജീവിതത്തിന്റെ കർത്താവ് രക്ഷിതാവുമായി അവനെ ഞാൻ സ്വീകരിക്കും. ഇവിടെ നടക്കുന്ന ഈ 3 ദിവസത്തെ സുവിശേഷ യോഗത്തിൽ തീരുമാനമെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് അതിനുള്ള സാവകാശമുണ്ട്. തീർച്ചയായും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവന്റെ മകനായി മകളായി തീർന്ന് മാത്രമേ ഇവിടെ നിന്ന് കടന്നു പോകാവുള്ളൂ. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അടുത്ത് കോഴഞ്ചേരി ടൗണിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അവർ നിങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കണ്ണുകളെ അടച്ച് ദൈവമുഖത്തേക്ക് നോക്കിക്കാട്ട്. കർത്താവേ, ദൈവകരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിന്റെ ഗതിവിഗതികളെ അറിയുന്നവൻ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ കണ്ട കർത്താവ്, പാപത്തിന്റെ അടിമത്തത്തിൽ ആണ്ടുപോയ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു നീ കടന്നു വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങേ എന്റെ കർത്താവായി സ്വീകരിച്ച് അങ്ങയുടെ മകനാക്കി എന്നെ തീർക്കണമേ. എന്റെ ഭവനത്തിലേക്ക് കടന്നു വരണം കർത്താവേ. പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി അങ്ങേ വാഴ്ത്തുന്നു. ഇന്ന് രാത്രിയിലെ ശബ്ദ കേൾവിയിലൂടെ വചനപ്രഘോഷണത്തിലൂടെ ദൈവവചനം കേട്ട എല്ലാ അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹൃദയത്തിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥനയോടെ കടന്നു പോകുവാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ചോദിച്ച് സമർപ്പിച്ച് തീരുമാനമെടുത്ത് ഒരു വലിയ കൂട്ടത്തെ ദേശത്ത് നിന്ന്
ദൈവം ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ സുവിശേഷത്തിൻ്റെ റിസൾട്ട്, ഈ സുവിശേഷത്തിൻ്റെ നടത്തിയതിൻ്റെ അനുഗ്രഹം മറുപടി ഈ ദിവസങ്ങളിൽ തന്നെ 100 മേനി കൊയ്തെടുക്കുവാൻ ദൈവം ഈ ദേശത്ത് നടകൊള്ളുന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ദേശത്തെ നിയന്ത്രിക്കുവാൻ കർത്താവ് ഈ ദേശത്തെ നിയന്ത്രണ വിധേയമാക്കുവാൻ ഇതിൻ്റെ കർത്തൃത്വം ഏറ്റെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഓരോ കുടുംബങ്ങളോടും ഓരോ ഉള്ളങ്ങളോടും ഇടപെട്ട വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് അനുസരിച്ച് കർത്താവേ അങ്ങയുടെ മകനും മകളുമായി തീരുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസംബ്ലി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള കർത്തൃദാസനെയും സഭയെയും ഓർക്കുന്നു. ഇവിടെ ഈ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ പാടി ഞങ്ങളുടെ സഹോദരങ്ങളെ, ഈ ശബ്ദം കേട്ട ഈ കടന്നു വന്ന ദൈവമക്കളെയും ഈ ശബ്ദപരിധിയിൽ വചനം കേട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഒരു അനുഗ്രഹമായിരിക്കട്ടെ. അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കര ഉയർത്തി കർത്താവിനൊന്ന് സ്തുതിച്ചാട്ട്. എന്നെ ക്ഷണിച്ച പ്രിയ സഭയോട്, പ്രിയ കർത്താവിന്റെ ദാസനോട്, പ്രിയ ശിബിചാനോടുള്ള നന്ദി ഒരു പ്രാവശ്യം കൂടെ അറിയിച്ച് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു.